സമരം ചെയ്യുന്നവര് സ്വയം തെറ്റ് അവരുടെ ഗ്രീവൻസസ് പോലും അർത്ഥശൂന്യമായി. പെട്ടെന്ന് അവര് കലാപകാരികളും ടെററിസ്റ്റുകളും രാജ്യം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരും മാത്രമായി തീർന്നുണ്ട്. അല്ലാതെ പരാതി പറയുന്നവരും സമരം ചെയ്യുന്നവരും ജനാധിപത്യത്തിന്റെ അവകാശങ്ങളാണ് ഈ സമരങ്ങളെന്ന് കാണുന്നില്ല. പ്രതിഷേധം എന്നാൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടതിനിടയ്ക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് സമരങ്ങൾ. ഒരു ജനത അതിനെ ഇഷ്ടപ്പെടുന്ന നിലവാരത്തിലല്ല ഈ 5 വർഷത്തിനകത്ത് ഈ ഗവൺമെന്റ് പെരുമാറുന്നതെന്ന് അങ്ങോട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സമരം. അത് അതിന്റെ അവകാശമാണ്. നമുക്കൊരു പ്രശ്നമുണ്ട് എന്നറിയാനും അത് കേൾക്കാനും അത് എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ചർച്ചയ്ക്ക് വിളിക്കുകയും ചർച്ചയ്ക്ക് വെക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളോടെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഗവൺമെന്റ് ഇഷ്ടമുള്ളത് അങ്ങ് ചെയ്ത് ആളുകളുടെ തലയ്ക്ക് മേളിക്കൂടെ എന്ത് വേണേലും കാണിക്കുക എന്ന് പറയുന്നതല്ലല്ലോ. ഇതൊക്കെ ചെയ്യുന്ന സാധനത്തിനെ മുഴുവനും രാജ്യദ്രോഹം എന്ന് പറയുന്ന ഒരൊറ്റ കള്ളിയിലാക്കിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. സമരം ചെയ്ത മുഴുവൻ യുവാക്കളെ വെറുതെ നോക്കിയാൽ മതി. അതിന് ഏറ്റവും വലിയാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നടന്നിരുന്ന സമരങ്ങളെല്ലാം കംപ്ലീറ്റ് നിശബ്ദമായി പോയില്ലേ. നമ്മൾ നോക്കിയാൽ മതി. വെമുലയുടെയൊക്കെ സമരം എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പൊ ഇല്ല. JNUവിലൊരു സമരം ഇന്നില്ല, ജാമിയ മിലിയയിലൊരു സമരമില്ല, യൂണിവേഴ്സിറ്റികളിൽ സമരങ്ങളില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും നാളിന് ശേഷം, ഒരു 12 വർഷത്തിന് ശേഷം അത് തന്നെയും എന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞ കാശിനുള്ളാത്ത ഒരു ചീഫ് ജസ്റ്റിസ് വന്ന് ഈ ജനതയെ മുഴുവൻ ഒന്നിച്ചടച്ച് ആക്ഷേപിച്ചത് കൊണ്ട് മാത്രമാണ് തൊഴിലില്ലാത്ത ജനങ്ങളെ പറ്റി പറഞ്ഞ വരിയാണ് കോക്രോച്ചസ് ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ പേരിലൊരു അതൊരു പാർട്ടിയല്ലല്ലോ, ഒരു പ്രസ്ഥാനമാണല്ലോ. അല്ല പാർട്ടിയായിട്ട് ആരെങ്കിലും സംഘടിപ്പിച്ചല്ലോ. അത്രത്തോളം അപമാനിതമായ ജനതയുടെ പ്രതിഷേധമായിട്ടാണ് അത് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഞാൻ കാണുന്നത് നിരുപാധികം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ചുള്ള അതിനകത്തുള്ളൂ. ഞാൻ ഈ പറയുന്നതിനകത്ത് ഈ എന്താണ് രാജ്യസ്നേഹികൾ എന്ന് പറയുന്ന ഈ മതവിശ്വാസികളായിട്ടുള്ള ഇവിടുത്തെ ഈ RSSകാരും ഈ BJPക്കാരുമായിരിക്കുന്ന ആൾക്കാര്, ഈ രാജ്യം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആൾക്കാര്, അവരുടെ ഈ ലേവലിന് പുറത്ത് ഒരു ജനാധിപത്യ സംസ്കാരമുണ്ട്, ഈ രാജ്യം തകർന്നു പോയിട്ടില്ല എന്ന് രണ്ടാമതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സമരമാണ് ഞാനിത് കാണുന്നത്. ഞാനിതിന് പൂർണ്ണ പിന്തുണയാണ്. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും എനിക്ക് ചില സംശയങ്ങളുണ്ട്, ഇവരിനി അങ്ങനെ അല്ലയോ എന്ന് അങ്ങനെ ആലോചിക്കുന്ന തന്നെ ഇല്ല. കാരണം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരെക്കാളും രാജ്യദ്രോഹികളായ ആരും തന്നെ ഈ സമരം ചെയ്യുന്നവരുടെ ഇടയിലില്ല. രാജ്യത്ത് ഇന്ന് ഭരിക്കുന്നവരാണ് രാജ്യദ്രോഹികൾ. അത് 1ഉം 2ഉം ആയിട്ടിരിക്കുന്ന മന്ത്രിമാര് തന്നെയാണ് രാജ്യദ്രോഹികൾ. രാജ്യം വിറ്റ് തളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ നിലവാരത്തിൽ ഇതിന്റെ മേളിൽ ഒരു ചർച്ചയില്ല. സ്ത്രീകൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുകയും സകല സ്ത്രീകളെയും പീഡിപ്പിക്കുന്നിടത്ത് നമുക്ക് ആലോചിക്കാൻ വയ്യാത്തത്രയും പീഡനങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നില്ലേ. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തൊരു അവസ്ഥയായി ഇത്. ഏതെങ്കിലും നിലവാരത്തിൽ സമരം ചെയ്യുന്ന ആൾക്കാരുടെ ശബ്ദം അവരെ പരിഗണിക്കുമോ എന്നുള്ളതാണ് ഈ ടെസ്റ്റ്. ഇതിനകത്ത് ഈ ജനതയുടെ സമരം മുന്നോട്ട് പോകുന്നതിന് പകരം അത് അടിച്ചമർത്തപ്പെട്ടു പോവുകയാണ് സംഭവിക്കുന്നതെങ്കിൽ രാജ്യമില്ലാതായി പോകുന്ന സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്.